പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ മൂന്നാമത്തെ അതിജീവിത കോൺഗ്രസ് ദേശീയ നേതാക്കളായ പ്രിയങ്ക ഗാന്ധി, ദീപാദാസ് മുൻഷി, അൽക്ക ലാംബ, ജെബി മേത്തർ എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നു. രാഹുലിനെ പിന്തുണയ്ക്കുന്ന സൈബർ സംഘം കടുത്ത സൈബർ ആക്രമണവും വ്യക്തിഹത്യയും ഭീഷണിയും നടത്തുകയാണെന്നാണ് അതിജീവിത തന്റെ പരാതിയിൽ ആരോപിക്കുന്നത്. രാഹുലിന്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായ ഫെനി നൈനാനാണ് ഈ സൈബർ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും പരാതിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കേസുകൾ കോടതിയുടെ പരിഗണനയിലിരിക്കെ തങ്ങളുടെ സ്വകാര്യ ചാറ്റുകളും ചിത്രങ്ങളും സമ്മതമില്ലാതെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് അതിജീവിത വ്യക്തമാക്കുന്നു. ഇത് അതിജീവിതകളെ മാനസികമായി തകർക്കാനും കേസുകളെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും പരാതിയിൽ പറയുന്നു. കോൺഗ്രസ് നേതൃത്വം രാഹുലിനെതിരെ പ്രതീകാത്മക നടപടി മാത്രമാണ് സ്വീകരിച്ചതെന്നും ഇപ്പോഴും പാർട്ടി അനുഭാവികളായ സാമൂഹിക മാധ്യമ ഹാൻഡിലുകൾ വഴി പ്രതിക്ക് അനുകൂലമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നും പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. വ്യാജ വോട്ടർ ID കേസിൽ പ്രതിയായ ഫെനി നൈനാൻ അതിജീവിതകളെ മോശക്കാരായി ചിത്രീകരിക്കാനും നിശബ്ദരാക്കാനും നേതൃത്വം നൽകുന്നതായാണ് പരാതി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത ഫെന്നിയുടെ ഈ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് എന്തും ചെയ്യാമെന്ന തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്നും ഇത് വരും തലമുറയുടെ പോലും സുരക്ഷിതത്വം ഇല്ലാതാക്കുമെന്നും പരാതിയിൽ പറയുന്നു. സൈബർ ഇടങ്ങളിലെ അധിക്ഷേപങ്ങൾക്കും ഭീഷണിക്കുമെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് അതിജീവിതയുടെ പ്രധാന ആവശ്യം. അതിജീവിതമാരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങൾ ഏകപക്ഷീയമായി ചർച്ച ചെയ്യുന്നതിൽ നിന്ന് പ്രതികളെയും അവരുടെ സംഘത്തെയും തടയണം. നീതിപൂർവകമായ വിചാരണ ഉറപ്പാക്കാൻ അധികാരികൾ ഇടപെടണം എന്നീ ആവശ്യങ്ങളും പരാതിക്കാരി ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ കടന്നുപോകുന്നത് വിവരണാതീതമായ ട്രോമയിലൂടെയാണ്. മാനം കാക്കാനും നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ഞങ്ങളുടെ മാത്രം നിലനിൽപ്പിന് വേണ്ടിയല്ല, മറിച്ച് സ്ത്രീകളുടെ മാന്യതയ്ക്കും വരും തലമുറയ്ക്കും വേണ്ടിയുള്ളതാണ്. ഇതാണ് അതിജീവിത പറഞ്ഞത്. ഈ ഗുരുതരമായ ആരോപണങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ പ്രതീക്ഷിക്കുകയാണ് അതിജീവിത. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്ന ബലാത്സംഗ കേസുകളുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ അതിജീവിത ഉന്നയിച്ച പരാതികൾ വ്യക്തിഗത കുറ്റാരോപണങ്ങൾക്കതീതമായി ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കേസുകൾ കോടതിയുടെ പരിഗണനയിലിരിക്കെ അതിജീവിതകളെ ലക്ഷ്യമിട്ട് നടക്കുന്ന സൈബർ ആക്രമണങ്ങളും വ്യക്തിഹത്യകളും ഭീഷണികളും നീതിയുടെ വഴിയെ ദുർബലപ്പെടുത്തുന്നുവെന്ന ഗുരുതരമായ ആശങ്കയാണ് പരാതിയുടെ ഏറ്റവും വലിയ കഴമ്പു തന്നെ. സ്വകാര്യ ചാറ്റുകളും ചിത്രങ്ങളും അനുമതിയില്ലാതെ പ്രചരിപ്പിക്കുന്നത് നിയമലംഘനവും അതിജീവിതകളുടെ മാനസിക ആരോഗ്യത്തെ തകർക്കുന്ന ക്രൂരതയുമാണ്. പ്രതിക്കൊപ്പം നിൽക്കുന്നു എന്ന ആരോപിക്കപ്പെടുന്ന സൈബർ സംഘങ്ങളുടെ പ്രവർത്തനം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നിയമത്തെ മറികടക്കാമെന്ന തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഇതിലൂടെ സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കുകയും നീതിപൂർവമായ വിചാരണ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നടപടികൾ പ്രതീകാത്മകതയിൽ ഒതുങ്ങുന്നുവെന്ന ആരോപണം തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. അതിനാൽ സൈബർ ഇടങ്ങളിലെ അധിക്ഷേപങ്ങൾക്കും ഭീഷണിക്കുമെതിരെ അടിയന്തരവും കർശനവുമായ നിയമ നടപടികൾ സ്വീകരിക്കുക. അതിജീവിതകളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയവർക്കെതിരെ നിയമം കൃത്യമായി നടപ്പാക്കുക. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളെ ഏകപക്ഷീയമായി പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പ്രതികളെയും അവരുടെ പിന്തുണക്കാരെയും തടയുക എന്നതാണ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ചെയ്യേണ്ടത്. അതോടൊപ്പം രാഷ്ട്രീയ കക്ഷികൾ പാർട്ടി താല്പര്യങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് നീതിയോടും സ്ത്രീ സുരക്ഷയോടുമുള്ള പ്രതിബദ്ധത വ്യക്തമായി തെളിയിക്കുകയും വേണം. അതിജീവിതകൾ പറയുന്ന പോലെ ഇതൊരു വ്യക്തിഗത പോരാട്ടമല്ല, സ്ത്രീകളുടെ മാന്യതയും നിയമവാഴ്ചയും വരും തലമുറയുടെ സുരക്ഷയും സംബന്ധിച്ച സാമൂഹിക പരീക്ഷണമാണ്. ഈ ഘട്ടത്തിൽ അധികാരികളും രാഷ്ട്രീയ നേതൃത്വവും നിഷ്പക്ഷവും ദൃഢവുമായ ഇടപെടൽ നടത്താതിരുന്നാൽ നീതി എന്നതിലുള്ള വിശ്വാസം എന്നേക്കുമായി തകർന്നു പോകും.